രാവിലെ രേണുവിൻ്റെ ജ്യേഷ്ഠത്തിയുടെ വീഡിയോ കണ്ടപ്പോൾ വളരെയധികം വിഷമമായി പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവർ തന്നെയാണ് ഇതിന് കാരണം എന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഈ രേണു സുധി തന്നെയാണ് ഇതിന് കാരണം. അവർക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ചികിത്സയാണ് ഇപ്പോൾ വേണ്ടത് എന്ന് എത്ര വട്ടമായിട്ട് പറയുന്നു. എന്നിട്ട് വീണ്ടും വീണ്ടും അവർ ഇതുപോലെ ഒരു ബില്ലും എടുത്ത് വരികയാണ്. ഈ ബില്ല് ആരെ ബോധിപ്പിക്കാനാണ് ബില്ലും കൊണ്ടുവന്നിരിക്കുന്നത്? ആരെയാണ് ബോധിപ്പിക്കേണ്ടത്? ആരെയാണ് നിങ്ങൾക്ക് ബോധിപ്പിക്കേണ്ടത് ബില്ല് കൊണ്ടുവന്നിട്ട്? സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് രേണുവിന്റെ സഹോദരി വന്നിട്ടുണ്ട്. ഒരു ബില്ലും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അതിന്റെ പേരിലും ഇപ്പോഴും ഭയങ്കരമായിട്ടുള്ള ഫൈറ്റുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ ഒന്നുമല്ല, ആ സഹോദരി വന്ന് കാണിക്കുന്ന ബില്ലുകൾ കൃത്രിമമുള്ള ബില്ലാണ്. അത് ഒറിജിനൽ ബില്ലല്ല, അത് 2001 ബില്ലാണ്. എടോ, ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ 2001 ബില്ലിന് എങ്ങനെയാണോ GST വരുന്നത്? അത് നിങ്ങളൊന്ന് ആലോചിക്കേ. അതായത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അവരുടെ ക്യാൻസറിന്റെ പൈസ ഇത്രയായിരിക്കാം, അവർക്ക് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തരത്തിലുള്ള പൈസകളൊന്നും കിട്ടൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അവരുടെ ആ വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സും കാര്യങ്ങളൊക്കെ ഇതാക്കുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ തരത്തിലുള്ള ഒരു സൗജന്യം പോലും കിട്ടൂല. ഇപ്പൊ അവര് തന്നെ പറയുന്നുണ്ട് സബ്സ്ക്രിപ്ഷന്റെ കൂടെ എനിക്ക് പൈസ വരുന്നു, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ദുബായിൽ ഉദ്ഘാടനത്തിന് പോയി കഴിഞ്ഞാൽ പൈസ വരുന്നുണ്ട്, പിന്നെ ആൽബങ്ങളിൽ അഭിനയിച്ചാൽ പൈസ വരുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് വഴിയാണ് വരുന്നത്. അങ്ങനെ ബാങ്ക് വഴി വരുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഈ സെലിബ്രിറ്റികളെല്ലാം കൊടുക്കുന്ന ഒരു ടാക്സ് ഉണ്ട്. ആ ടാക്സ് കൊടുക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ ടാക്സും കാര്യങ്ങളൊക്കെ അടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സൗജന്യമായിട്ടൊന്നും കിട്ടൂല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സൗജന്യം കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും ഇല്ലാത്തവരായിരിക്കണം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിന് സൗജന്യമൊന്നും അല്ല വേണ്ടത്. ഇപ്പോഴും എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിച്ചിട്ട് അസുഖം ഭേദമാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെ പ്രൂവ് ചെയ്യാനോ ഇതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്, സാമ്പത്തികപരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് ചികിത്സിക്കുകയല്ലേ വേണ്ടത്? അതുമാത്രവുമല്ല, ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇൻഷുറൻസും കാര്യങ്ങളും ഇതൊക്കെ കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കുക. അല്ലാതെ ബില്ല് വീണ്ടും വീണ്ടും കൊണ്ടുവന്നിട്ട് ഇതാണ് ബില്ല് എന്ന് ആരെയാണ് പ്രൂവ് ചെയ്യേണ്ടത്? ആരെയാണ് ബോധിപ്പിക്കേണ്ടത്? നിങ്ങൾക്ക് ബോധിപ്പിക്കേണ്ട ആള് മാത്രം ബോധിപ്പിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരുപാട് ക്യാൻസർ രോഗികൾ ഇങ്ങനെ വന്ന് പറയുന്നു, അങ്ങനെ വന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെയുള്ളവരെ മൈൻഡ് ചെയ്യാതെ നിങ്ങളുടെ ചികിത്സയുമായിട്ട് പോവുക. നിങ്ങൾ ഇതുപോലെ ഓരോ പ്രഹസനങ്ങളെ സോഷ്യൽ മീഡിയയിൽ വന്ന് പങ്കുവയ്ക്കുമ്പോഴാണ് പിന്നെയും നിങ്ങളെ ഭയങ്കരമായിട്ട് മോശപ്പെട്ടവരാക്കി മാറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാളെയും മടുപ്പിക്കാതെ നിങ്ങളുടെ ചികിത്സ നൽകുക. എന്നിട്ടും കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരില്ലേ, അവരുടെ മുന്നിൽ കൈനീട്ടുക. അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. അതിനിടെ ആരും ഒരു കുഴപ്പവും പറയത്തില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വീണ്ടും കണ്ടന്റ് വേണം. അതിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ് വെക്കുന്ന പ്രഹസനങ്ങൾ, മുടികളയുന്ന പ്രഹസനങ്ങൾ, ആർക്ക് വേണ്ടിയിട്ടാണ് സഹോദരി ഇതൊക്കെ കാണിക്കുന്നത്? ആരെ ബോധിപ്പിക്കാനാണ് കാണിക്കുന്നത്? അവര് നിങ്ങളുടെ രോഗം വെച്ച് മുതലെടുക്കുകയല്ലേ ചെയ്യുന്നത്? നിങ്ങളുടെ രോഗം വെച്ചിട്ട് അവര് മുതലെടുക്കുന്നു. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ചികിത്സ പൈസയൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത്? അതായത് എനിക്ക് ഇത്ര പൈസയായി. ഇവിടെ എത്ര ആൾക്കാർ ചികിത്സയിലുണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസ ആവുന്നവരുണ്ടാകാം, ചെറിയ പൈസക്ക് ആവുന്നവരുണ്ടാകാം, അതൊക്കെ ഉണ്ടാകാം. അവർക്കുണ്ടാകുന്ന വിഷമത്തെ പറ്റി നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? അതായത് നിങ്ങൾക്ക് മാത്രമല്ല, 1000-ലോ 1,00,000-ലോ ഒരാൾക്കല്ല ഈ രോഗം വരുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ വാക്ക് കേട്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഈ രോഗം വന്നു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപയുടെ മരുന്ന് വേണം, അല്ലെങ്കിൽ 3 ലക്ഷം വേണം എന്നൊക്കെ കേട്ട് ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ അപ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ അതിന് സമാധാനം പറയോ? ഇപ്പൊ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഭയന്നിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടാകും. അതായത് ഇത്രയും പൈസ ചെലവാക്കിയിട്ട് ചികിത്സിക്കാനോ നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ള ബോധമുള്ള ചില വീട്ടമ്മമാരുണ്ടാകും. അവരെന്ത് ചെയ്യും? ഈ രോഗമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്റെ കുടുംബം ഇത് എവിടെ നിന്നുണ്ടാക്കും എന്ന് കരുതിയിട്ട് അവർ ജീവൻ ഒടുക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം അതിന്റെ പ്രത്യാഘാതം എന്താണ്. നിങ്ങൾ ഇതുപോലെ പബ്ലിക്കായിട്ട് വന്ന് പറയുമ്പോഴേ, അതായത് നിങ്ങളെ പോലെയുള്ള ആൾക്കാർ ഇത്രയും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ സാധാരണ ഒരാളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
നിങ്ങളുടെ സഹോദരി ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പൈസയും കാര്യങ്ങളൊക്കെ കൊണ്ട് ചികിത്സിക്കുന്നത് നിങ്ങളെ സഹായിക്കാനാണെങ്കിൽ ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ബിഗ് ബോസ് താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇന്ന് ഓരോ ലക്ഷം രൂപ എടുത്താൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 1 കോടിക്ക് മേലെ ഉറുപ്പിക കിട്ടുമായിരുന്നു. ഇനി 50,000 വെച്ച് എടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് 1 കോടിക്ക് മേലെ ഉറുപ്പിക കിട്ടും. ഈ 50,000 ഇല്ലാത്തവരൊന്നും അല്ല ബിഗ് ബോസ് താരങ്ങൾ, എല്ലാവരും നല്ല പൈസയുള്ളവർ തന്നെയാണ്. എന്തിനധികം പറയുന്നത്, രേണുവിന്റെ കൂടെ നിന്നിട്ട് ഒരു വീഡിയോയോ ഫോട്ടോയോ എടുത്ത് അതിന്റെ വരുമാനം മാത്രം മതി രേണുവിന് കൊടുക്കാൻ. അത് 50,000 മേലെ കിട്ടും. അപ്പൊ ആ പൈസ മാത്രം കൊടുത്താൽ തന്നെ എന്ന് പറഞ്ഞാൽ രേണുവിന് സുഖമായിട്ട് ചികിത്സ നേടാം. അപ്പോൾ ഈ 2 ലക്ഷം 3 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ പ്രഹസനം? ഇത് പാവപ്പെട്ട ആൾക്കാരെ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം ഭയം അവരുടെ മുന്നിലേക്ക് കൊണ്ടുവെക്കുകയാണ്. ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഇനിയിപ്പോൾ നിങ്ങൾ ആശുപത്രിക്ക് വേണ്ടിയിട്ടും ചിലപ്പോൾ അവിടെയുള്ള ഐശ്വര്യം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യമിട്ട് കഴിഞ്ഞാലും അതിശയപ്പെടാനില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ കാരണക്കാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക. ഇതിങ്ങനെ ഓരോരോ വീഡിയോസ് ആയിട്ട് ഇടുമ്പോൾ അതിന്റെ എന്താ പറയുക, ഇത് ആൾക്കാരിലേക്ക് ഇത് ആൾക്കാർക്കുണ്ടാകുന്ന സ്വാധീനങ്ങൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഇവിടെ വന്നിട്ട് നിങ്ങളിങ്ങനെ വീഡിയോ ഇട്ട് ഇത്ര പൈസ, ഇത് ആരെ ബോധിപ്പിക്കാനാണ്? ഈ 4 യൂട്യൂബർമാരെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ? ആരെ ബോധിപ്പിക്കാനാണ് നിങ്ങൾ ഈ ഒരു മരുന്നും ഇതൊക്കെ ഇടുന്നത്? അപ്പൊ ഇത് ഇപ്പോഴും വ്യാജമാണെന്നാണ് പറയുന്നത്. ഇതും ഇപ്പോഴും വ്യാജമാണ്, അത് ഒറിജിനൽ അല്ല. അത് ഒറിജിനൽ അല്ല എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന പേര് വേറെയാണ്, അതുപോലെ തന്നെ മറ്റുള്ള വേറെയാണ്. ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും പറയാം, എന്റെ പൊന്നു മക്കളെ, ഇതൊന്നും അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ആജീവനാന്തവും ചെയ്യില്ല, ജാമ്യം വരെ കിട്ടൂല. കാരണം ഇതൊരു വലിയ ക്രിമിനൽ കുറ്റമാണ്. അതുകൊണ്ട് ഇത് അങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് വ്യാജ ബില്ലൊന്നും കാണിച്ചു തരാൻ കഴിയില്ല സോഷ്യൽ മീഡിയയിലൂടെ. അത് മനസ്സിലാക്കണം. കാരണം ബുദ്ധിയും ബോധമുള്ള ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നുണ്ട്. അല്ലാതെ ഇത് കാണുന്നത് 4, 3, 7 ആൾക്കാർ മാത്രമല്ല. ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് വിദ്യാഭ്യാസമുള്ളവരുണ്ട്, അതുപോലെ അറിവുള്ളവരുണ്ട്. ഇങ്ങനെയുള്ള പല ആൾക്കാരും ഇത് കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഒരു തമാശ കളിക്കാനുള്ളതല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, രേണുസുതി എന്ന് പറയുന്ന വ്യക്തി അവരുടെ ചികിത്സ തുടങ്ങുക. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുള്ള പ്രഹസനങ്ങൾ, അതുപോലെ തന്നെ എനിക്ക് മൊബൈൽ തരാറില്ല, ഡോക്ടർ എന്നെ വഴക്ക് പറയുന്നത്, അതൊക്കെ ഉള്ള കാര്യം തന്നെയല്ലേ. എന്നിട്ട് മൊബൈൽ കുത്തിവെച്ചിരിക്കുന്നത് സ്വന്തം തലേന്റെ മുകളിൽ പറഞ്ഞത് അത് ശരിയല്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചികിത്സ തുടങ്ങുക. അല്ലാതെ ജനങ്ങൾ എന്നെ തെറിവിളിക്കട്ടെ അല്ലെങ്കിൽ ജനങ്ങൾ എനിക്ക് പൈസ ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട് ഈ പ്രഹസനങ്ങൾ കുറച്ചു കാലത്തേക്ക് മാറ്റിവെക്ക്. ആ പൈസ നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടാന്ന് വെക്കേ. ഈ മുടി വെക്കുന്നതും ബിഗ് വെക്കുന്നതും ഇതൊക്കെ എന്തിനാണ് വെറുതെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്? അത് അവന്മാർക്കുള്ള ഒരു ബിസിനസ്, അതിന് നിങ്ങൾ പങ്കാളികളായി, അത്രയേ ഉള്ളൂ. ഇതൊക്കെ കാണുമ്പോഴല്ലേ ജനങ്ങൾ പ്രതികരിക്കുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം പോസിറ്റീവ് കമന്റുകൾ വന്നതാണ്. അതില്ലാതാക്കിയത് നിങ്ങൾ തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് പോസിറ്റീവ് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ബില്ല് വ്യാജമോ അത് വ്യാജമല്ലാതോ ഇതൊക്കെ ഇരിക്കട്ടെ, അത് അവരുടെ കാര്യം. അവർക്ക് ഇത്ര പൈസ ചെലവായിട്ടുണ്ടെങ്കിൽ അതിന്റെ അറിയുന്ന ഒരുപാട് ആൾക്കാരില്ലേ. ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ രംഗത്തുള്ള ഡോക്ടർമാരുണ്ട്, അതുപോലെ തന്നെ നേഴ്സുമാരുണ്ട്, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്നിനെ പറ്റി അറിയുന്ന ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ അറിയാവുന്നതല്ലേ ഈ മരുന്നിന് എന്ത് വിലയുണ്ടെന്ന്. അപ്പൊ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രഹസനം? അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ പരമാവധി നിങ്ങൾ ഇടാതിരിക്കുക. പറയുന്നവർ പറഞ്ഞോട്ടെ, അവരുടെ ഇഷ്ടമല്ലേ, അവരെന്തോ ചെയ്തോട്ടെ, നിങ്ങൾ കാണിക്കാതിരിക്കുക, അത്ര തന്നെ. ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് വരെ നിങ്ങൾക്ക് ഇത്രയും അക്രമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരാൾ പോലും നിങ്ങളെ പറ്റി മോശമായിട്ടുള്ള, രേണുവിനെ പറ്റി മോശമായിട്ടുള്ള ഒരു വീഡിയോ പോലും ഒരാളും പോസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ പിന്നീട് രേണു തന്നെ ഇവർക്ക് എല്ലാവർക്കും കണ്ടന്റുകൾ ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അതെന്തായിരുന്നു? അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു അതിന്റെ കാരണം? ഞാൻ പറഞ്ഞല്ലോ, ഇനി എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീടിന്റെ അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂത്ത ചെറുക്കനും കൂടി ഉണ്ട്. അതൊന്നും എങ്ങനെയും പോകാൻ പോകുന്നില്ല. അത് ഉറപ്പായിട്ടും ആ ചെറുക്കനും കൂടി ഉള്ളതാണ്. പിന്നെ ഈ കുട്ടീനെ തട്ടിക്കൊണ്ടുപോകും, ഇതാക്കും, അതിനൊന്നും ഒരു അർത്ഥവും ഇല്ല. അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന അതിൻ്റെ വെള്ളരിക്കപ്പെടണം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള നിയമവും കാര്യങ്ങളും ഇതൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക, നിങ്ങളുടെ ചികിത്സ തുടരുക. അതായത് മറ്റുള്ളവർ പറയുന്ന ഒരു വ്യാജമാണോ എന്ന് നോക്കി ഇരിക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.